അപ്പസ്തോലനായി ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലനായി ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടാം. അപ്പസ്തോലനായി ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്ന പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്ന പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ നിന്നുള്ളിൽ നീതാവകളാൽ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ നീതാവകളാൽ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലെ രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലെ രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 കൈകൾ വീശി പാടാം. പരിശുദ്ധാത്മാവേ, 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 ഉറക്കെ ഉറക്കെ പാടാം. പരിശുദ്ധാത്മാവേ, 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 അപ്പസ്തോലനായി ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉറക്കെ പാടാം. അപ്പസ്തോലനായി ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്ന പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്ന പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ നിന്നുള്ളിൽ നീതാവകളാൽ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ നീതാവകളാൽ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലെ രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലെ രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. കൈകൾ വീശി. പരിശുദ്ധാത്മാവേ, 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 എല്ലാവരും ചേർന്ന്. പരിശുദ്ധാത്മാവേ, 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 ഉറക്കെ ഉറക്കെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ, വീടില്ലാത്ത അവസ്ഥകൾ, ആധ്യാത്മിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ചൈതന്യം നിർവഹിക്കുന്നതിന് വേണ്ടി കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളുടെ ഈ ആഴ്ചയിൽ നടക്കേണ്ട പ്ലാനുകള്, യാത്രയിൽ കണ്ടുമുട്ടേണ്ട വ്യക്തികള്, നിന്റെ ഉദ്യമങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങള്, നിന്റെ പരീക്ഷകള്, മക്കളുടെ പരീക്ഷകള്, ഇന്റർവ്യൂകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ആരാധനയെ പ്രാർത്ഥിക്കുന്ന അതിദൈവികമായൊരു നിമിഷമാണ്. ഈ സ്ഥലങ്ങളും വ്യക്തികളെയൊക്കെ മനസ്സിലോർത്തുകൊണ്ട് അതിഭക്തിയോടെ മൗനമായി കർത്താവിന് ആ വിഷയങ്ങളെല്ലാം സമർപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാനിപ്പോൾ പ്രാർത്ഥിച്ച വിഷയങ്ങള്, എന്റെ ഇന്റർവ്യൂകള്, മക്കളുടെ പരീക്ഷകള്, കർത്താവേ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പരീക്ഷയിൽ പഠിച്ചത് പ്രതിഫലിപ്പിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ജീവിക്കാനും ഉപരിപഠനത്തിനും ആവശ്യമായ മാർക്ക് നൽകി എന്റെ പഠനത്തെയും പരീക്ഷയെയും നീ ആശീർവദിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ആരാധന എൻ്റെ പേര് ജോസ്ന. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ പള്ളി ഇടവ അംഗമാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ 16/5/2023 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഈശോയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്താൽ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ജർമ്മനിയിൽ പോകുന്നതിന് മുൻപായി ഇവിടെ വന്ന് 2 ദിവസം മുൻപ് ഇവിടെ വന്ന് എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കി. അന്ന് എനിക്ക് അച്ഛനെ കാണുവാൻ സാധിച്ചു. അന്ന് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗങ്ങൾ എല്ലാം തന്നെ എനിക്ക് സാധിച്ചു കിട്ടി. ഞാൻ ആദ്യമായി വെച്ച നിയോഗം പരിശുദ്ധാത്മാഭിഷേകത്തിനായിരുന്നു. കാരണം ജർമ്മൻ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചെടുക്കുന്നൊരു ലാംഗ്വേജാണ്. ഇപ്പം നമ്മൾ അവിടെ ചെന്നാലും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണം, നമുക്ക് തിരിച്ച് സംസാരിക്കാൻ സാധിക്കണം. അതെനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ പരിശുദ്ധാത്മാഭിഷേകത്താലും എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു. രണ്ടാമത് ഞാൻ വെച്ച നിയോഗം, ഞാനിവിടെ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുമായിരുന്നു. ജർമ്മനിയിലുള്ള ആൾക്കാർക്കറിയായിരിക്കും, അവിടെ ജർമ്മനിയിൽ മിക്ക പള്ളികളിലും മാസത്തിലൊന്ന് അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് മാത്രമായിരിക്കും കുർബാന ഉണ്ടായിരിക്കുക. പക്ഷെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചത്, മാതാവേ എനിക്കെന്നും പള്ളിയിൽ പോകാൻ സാധിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും സാധിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അതേപോലെ തന്നെ ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ തന്നെ പള്ളിയുണ്ട്. ആ പള്ളി ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ഫ്ലോറിൽ തന്നെ ആയിരുന്നു ആ പള്ളി ഉണ്ടായിരുന്നത്. ഞാൻ താമസിക്കുന്ന വീടിനടുത്തും ഒരു പള്ളിയുണ്ട്. അവിടെ രാവിലെയും വൈകിട്ടും കുർബാനയുണ്ട്. എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് വൈകിട്ട് പള്ളിയിൽ പോകാൻ സാധിക്കും, ഈവനിങ് ആണെങ്കിൽ രാവിലെ പള്ളിയിൽ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ മാസവും 4ാമത്തെ ആഴ്ച മലയാളം കുർബാനയുണ്ട്. അതുവഴി ഞങ്ങൾക്ക് കുമ്പസാരിക്കുവാനും സാധിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പരിശുദ്ധ അമ്മ വഴി എനിക്ക് സാധിച്ചു കിട്ടി.
ഞാൻ മൂന്നാമത്തെ എൻ്റെ നിയോഗം ഞാൻ വെച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് കെൻഡിൻസ് എക്സാം ഉണ്ട്. അത് അവിടുത്തെ ഒരു രജിസ്ട്രേഷൻ എക്സാമാണ്. ആ രജിസ്ട്രേഷൻ എക്സാം വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പഠിച്ചെടുക്കാൻ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അതിനകത്തുനിന്ന് എവിടെ നിന്നാണ് എന്താണ് ചോദിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഞാൻ എക്സാമിൻ്റെ സ്റ്റഡി ലീവ് വന്ന സമയത്തൊക്കെ ഞാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിലുമായിരുന്നു. ഞാൻ പഠിച്ചിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ രൂപം ഇവിടുന്ന് വാങ്ങിച്ചൊരു രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ രൂപം ഞാൻ എൻ്റെ ബുക്കിൻ്റെ മുകളിൽ ഞാൻ വെക്കും. എന്നിട്ട് കിടക്കാൻ നേരത്തെ ഞാൻ മാതാവിനോട് പറയും, മാതാവേ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇനി നീ എനിക്ക് വേണ്ടി പഠിക്കണം. എക്സാം സമയത്ത് ഞാൻ മറന്നു പോവുകയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഓർമ്മിപ്പിച്ച് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു 2 ഡിസീസ് കണ്ടീഷൻ തോന്നി. ഞാനത് മാതാവിൻ്റെ രൂപത്തിൽ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, ഇതെനിക്ക് നീ തോന്നിപ്പിച്ച ഡിസീസ് കണ്ടീഷനാണെങ്കിൽ ഇത് തന്നെ എനിക്ക് എക്സാമിന് ചോദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്താണോ എഴുതി വെച്ചത് അതേ ഡിസീസ് കണ്ടീഷനായിരുന്നു എനിക്കെൻ്റെ എക്സാമിന് മാതാവ് തന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സിലെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു 4 എന്നൊരു നമ്പർ എനിക്ക് തോന്നുമായിരുന്നു. അപ്പം ഞാനത് എൻ്റെ കൂടെ തന്നെ എക്സാം എഴുതുന്നൊരു കൂട്ടുകാരിക്ക് ഞാൻ അയച്ചു കൊടുത്തു. 4 എന്ന് എഴുതി അവൾക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ അവൾക്ക് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയത് 4 പേര് എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിൽ ഞങ്ങൾ എക്സാം എഴുതിയതിൽ 4 പേര് മാത്രമായിരുന്നു പാസ്സായത്. അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ പോയി ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞങ്ങളുടെ കോളേജിൻ്റെ വാതിക്കെ പോയി ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്തിരുന്നു. അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് കണ്ടിന്യൂസ് എക്സാം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുവാൻ സാധിച്ചു. പിന്നെ ഞാൻ 4ാമത് വെച്ച നിയോഗം, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എനിക്ക് ചിക്കൻ ഗുനിയയും ഡെങ്കുവും ഒരുമിച്ച് വന്ന് എനിക്ക് ഫുൾ ബോഡി പെയിൻ ആയിരുന്നു. നല്ല നടുവേദന ഉണ്ടായിരുന്നു, കൈക്കെല്ലാം നീരായിരുന്നു. എൻ്റെ കൈ കൊണ്ട് ഒരു സാധനം പോലും എനിക്ക് എടുക്കാൻ മേലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ തന്നെയായിരുന്നു ജർമ്മനി പോയത്. അപ്പോൾ എനിക്ക് ഏകദേശം 40 കിലോ എനിക്ക് വെയിറ്റ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അത്രയും വെയിറ്റ് ഞാൻ തന്നെ കൊണ്ടുപോകണം. എനിക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് സാധനങ്ങൾ പോലും എനിക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് തലേദിവസം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ വന്നിരുന്നു. അപ്പം അച്ഛൻ്റെ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അച്ഛനത് മാതാവിൻ്റെ അടുക്കൽ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് തിരിച്ച് വന്നതിന് ശേഷം, പക്ഷേ അതിനകത്ത് നമ്മൾ NRI പുറത്തു പോകുന്ന കാരണം അവനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞ കാരണം എൻ്റെ ഈ ബോഡി പെയിൻ്റെ കാര്യമോ നടുവിൻ്റെ വേദനയുടെ കാര്യമോ ഒന്നും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അച്ഛൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് തിരിച്ച് വന്നതിന് ശേഷം അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നിനക്ക് ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ, അച്ഛാ, എനിക്ക് നടുവേദനയുണ്ട്, ഇങ്ങനെ എനിക്ക് ചിക്കൻ ഗുനിയയും ഡെങ്കുവും കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു 2 ആഴ്ചയോളമായിട്ട് ഞാൻ റിംഗ് ട്യൂബിലാണ് ഇരുന്നിരുന്നത്. കസേരയിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ റിംഗ് ട്യൂബ് വെച്ച് അങ്ങനെയായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ അച്ഛൻ എനിക്ക് തൈലം തന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു കാശുരൂപം തന്നു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി പോയപ്പോൾ ഫ്ലൈറ്റിൽ പോലും ഞാൻ റിംഗ് ട്യൂബ് ഉപയോഗിച്ചാണ് ഞാൻ ഇരുന്ന് ഫ്ലൈറ്റ് യാത്ര ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു, നല്ല ബാക്ക് പെയിൻ ആയിരുന്നു, കൈവേദന. പക്ഷെ അവിടെ ചെന്ന് ഞാൻ അച്ഛൻ തന്ന കാശ് രൂപം ഒരു കറുത്ത ചരടെ കെട്ടി എൻ്റെ അരയെ കെട്ടി, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, നീ എൻ്റെ കൂടെ ഉണ്ടാവണം, നടുവേദന വരല്. കാരണം ഈ ഒരു പ്രൊഫഷനിൽ നമ്മൾ രോഗികളെ തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നടുവിന് വേദന വരും. പക്ഷേ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് പ്രത്യേകമായ വേദനകളോ കൈയുടെ വേദനയൊക്കെ എങ്ങനെ പോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. അത്രയും ലഗേജ് ഞാൻ കൊണ്ടുപോയി എങ്കിലും അവിടെ ചെന്നിട്ട് എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല. ഒരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവിൻ്റെ സംരക്ഷണത്താൽ എനിക്ക് സുഖമായി യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുവാൻ സാധിച്ചു. ഇവിടുന്ന് ഞാൻ ജർമ്മനി ചെന്ന് കഴിഞ്ഞ് ഒരിക്കലും എൻ്റെ ഫോണ് ട്രെയിനിൽ മിസ്സായിപ്പോയി. അപ്പോൾ അവിടെ ട്രെയിനിലൊക്കെ ഒരു ഫോൺ മിസ്സായി പോകാമെന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ലത്. പക്ഷെ ഞാനപ്പോൾ അത് ഫോൺ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് എൻ്റെ ഫോൺ കയ്യിലില്ല, മിസ്സായി പോയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് അമ്മയും മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരം സാക്ഷിയെ എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ മനസ്സിൽ കുറേ പ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ഫോൺ എനിക്ക് തിരിച്ച് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നിരുന്നു. അതുപോലെ തന്നെ ഒരു 3/4 മണിക്കൂർ എടുത്തില്ല. ആ
അതിനു മുൻപേ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി എൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ ആരോ ഒരാൾ ഫോൺ എടുത്തു കഴിഞ്ഞ് അവർ ഇന്ന സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൂട്ടുകാരത്തി അവിടെ ചെന്നിരുന്നു. അപ്പം ഞാൻ ഇരുന്ന സീറ്റിൽ ഞാൻ വീടിൻ്റെ താക്കോൽ എടുക്കാനായിട്ട് കയ്യിലിരുന്ന ഫോൺ ആ സീറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ബാഗിൽ നിന്ന് താക്കോൽ എടുത്തത്. എന്നിട്ട് ഞാൻ തിരിച്ച് ഫോൺ എടുക്കാൻ മറന്നുപോയി. പക്ഷേ അവൾ വിളിച്ചപ്പോഴത്തേനും ആ ട്രെയിനിൻ്റെ ഓടിക്കുന്ന ആളായിരുന്നു ഫോൺ എടുത്തത്. അപ്പോൾ അവരെന്നിട്ട് പറഞ്ഞു ആ സീറ്റിൽ ഞാൻ കഴിഞ്ഞിരിക്കാൻ വന്ന ആൾക്ക് ഈ ഫോൺ കിട്ടി. അവർ മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ടും മാത്രമാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫോണൊന്നും നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല. അതെടുത്ത് ട്രെയിൻ ഓടിക്കുന്ന ആടകയെ കൊടുത്തു. ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കെൻഡിനിസ് എക്സാം കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ വിസ പുതുക്കണം. വിസ പുതുക്കുന്നതിൻ്റെ സമയത്ത് എനിക്ക് താമസം നേരിട്ട് എനിക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ജോലി ചെയ്യാൻ പാടില്ല, വിസ ഇല്ലാണ്ട് നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ശരിക്കും ജോലിക്ക് കയറേണ്ട ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരാതെ നേരിട്ട് വിസ ഓഫീസിൽ പോകും. അവിടെ ചെന്ന് കുറേ പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പും ആ വിസ ഓഫീസിൻ്റെ പരിസരത്തെല്ലാം ഉടമ്പടി ഉപ്പ് കിട്ടും. വിസ ഓഫീസിൻ്റെ വാതിക്കയിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശും വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ദിവസവും ഞാൻ ഇതേപോലെ തന്നെ പോയി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഫോൺ ചാർജ് ചെയ്യാൻ എടുത്തപ്പോൾ എൻ്റെ ഫോണിലൊരു മെയിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വിസ പുതുക്കുന്നതിന് മുമ്പ് നമ്മൾ ബയോമെട്രിക് ചെയ്യും. ബയോമെട്രിക് കഴിഞ്ഞിട്ട് 1 മാസം അല്ല 1.5 മാസം 2 മാസം കഴിഞ്ഞ് നമുക്ക് വിസ കിട്ടത്തുള്ളൂ. പക്ഷെ അന്ന് ഞാൻ അവിടെ ബയോമെട്രിക്കിന് ചെന്നതാണ്. പക്ഷേ എനിക്ക് ഇനിയും ഞാൻ 2 മാസം കാത്തിരുന്നാൽ എനിക്ക് ജോലിയുള്ളൂ. ജോലിയില്ലാണ്ട് ഞാൻ വീട്ടിലിരിക്കുക. പക്ഷെ ഞാൻ അവിടെ വിസ ഓഫീസിൽ ചെന്ന് അകത്ത് കയറി. അപ്പോൾ അവരെൻ്റെ പേപ്പറുകളൊക്കെ നോക്കിയ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. ഞാൻ ഉപ്പ് ആ ടേബിളിൽ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ പ്രവർത്തിക്കണം, എനിക്ക് ജോലി വേണം, ജോലിയില്ലാണ്ട് നമ്മൾ വാടക കൊടുക്കണം, എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ കഴിഞ്ഞു, ക്ലിയറായി, വിസ കിട്ടുമ്പോൾ നിങ്ങളെ വിളിക്കാൻ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഒരു തോന്നൽ തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയില്ല, എനിക്ക് വിസ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ജോലിയില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ അവരകത്ത് ചെന്ന് ആരോടോ സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് ഒരു പേപ്പറിൽ ജോലി ചെയ്യാൻ അനുവാദം ഉണ്ട് എന്ന് എഴുതി മാത്രം ഒരു പേപ്പർ എനിക്ക് തന്നു. അങ്ങനെ എനിക്ക് അന്ന് തന്നെ എനിക്ക് ആ ഒരു പേപ്പർ കിട്ടി. അപ്പോൾ ഞാനത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു വൈറ്റ് പേപ്പറെ മാത്രമാണ് അവർ എനിക്കത് എഴുതി തന്നത്. അപ്പം ഞാനത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഏകദേശം 12:30 മണി ആയപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ അത് കൊടുത്തപ്പോൾ അവർ അപ്പം തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഈവനിങ് ഡ്യൂട്ടി ഞങ്ങൾക്ക് തുടങ്ങുന്നത് 1 മണിക്കാണ്. പറഞ്ഞു ജോസ്ന റെഡി ആണെങ്കിൽ ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു. എനിക്ക് അന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ജോലിക്ക് കയറാൻ സാധിച്ചു. അതും കഴിഞ്ഞ് എനിക്ക് 2.5 മാസം കഴിഞ്ഞാണ് എനിക്ക് വിസ കിട്ടിയത്. വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു വൈറ്റ് പേപ്പറിൻ്റെ അനുഗ്രഹത്താൽ, മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. പിന്നെ അതേപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടുന്ന് പോയപ്പോൾ ഞാൻ പത്രം കൊണ്ടാണ് പോയത്. ഞാൻ അവിടെ ചെന്ന് പത്രം കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കുറേ കാശ് രൂപങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ എൻ്റെ കഴുത്തയിൽ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം കിടപ്പുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവർ ചോദിക്കും ഇത് ആരാ എന്താണെന്നൊക്കെ ചോദിക്കുമ്പം മാതാവിൻ്റെ കാര്യങ്ങളും പറഞ്ഞ്, പിന്നെ അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ ഉടമ്പടി തൈലം അവരുടെ ശരീരത്തിൽ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കാശ് രൂപം ആവശ്യമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ ആ കാശ് രൂപം കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പ്രൊഫഷണലി നേഴ്സ് ആയതുകൊണ്ട് രോഗികളുടെ അടുത്ത് കൂടുതലും സൗമ്യമായിട്ടും മര്യാദയോടും പെരുമാറുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. അത് ഞാൻ അപ്പോൾ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ 5:30 മണിയുടെ ഡെയിലി ബ്രെഡും അതും ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. പിന്നെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ എൻ്റെ ഇത്രയും ജീവിത കാലയളവിൽ നമ്മൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും, അമ്മയുടെ മാധ്യസ്ഥാൽ ഈശോയുടെ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് സാധിച്ച് കിട്ടും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഇനിയും എൻ്റെ ഉടമ്പടി ഞാനിപ്പോൾ പുതുക്കി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കി. ആത്മീയ ജീവിതം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഇപ്പോൾ രാവിലെ ഡ്യൂട്ടി ആണെങ്കിൽ വൈകിട്ട് ഞാൻ പള്ളിയിൽ പോവും, വൈകിട്ട് ഡ്യൂട്ടി ആണെങ്കിൽ രാവിലെ പള്ളിയിൽ പോവും. അതേപോലെ തന്നെ കുമ്പസാരം, അത് ഞങ്ങൾക്ക് എല്ലാ മാസവും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾക്ക് മലയാളം കുർബാനയുണ്ട്. പിന്നെ ബൈബിള് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിൻ്റെ അനുസരിച്ചാണെങ്കിലും ഞാൻ മുടങ്ങാതെ ബൈബിള് വായിക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ അതും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട
ഈ അൾത്താരയിൽ വന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അംബിക. ഞാൻ കൊല്ലത്ത് നിന്നും വരുന്നു. ഞാൻ ഹിന്ദുവാണ്. 12 വർഷമായി ഞാൻ ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അത് നടന്നതിനെക്കുറിച്ച് സാക്ഷ്യം ലഭിച്ചതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് 2022 ഓഗസ്റ്റ് മാസത്തിലാണ്. എന്നെ ഒരു ഫ്രണ്ടും ഫാമിലിയാണ് എന്നെ ഇവിടെ ആദ്യമായി കൊണ്ടുവന്നത്. പിന്നെ അടുത്ത മാസം 2022 സെപ്റ്റംബർ 19 വന്ന് ഉടമ്പടി എടുത്തു. ഒരു ഭവനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒരു ബിസിനസ്സൊക്കെ നടത്തി അത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ കുടുംബത്തിൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം മരണത്തിന് വന്നപ്പം എല്ലാം കൂടെ പറഞ്ഞു, കുടുംബ വീട്ടിൽ താമസിച്ചോ, നിങ്ങൾക്ക് ആ 5 സെൻറ്റും വീടും കൂടെ എഴുതി തരാമെന്ന് പറഞ്ഞു. പക്ഷേ 6 മാസത്തിനകം എഴുതി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 6 വർഷവും 12 വർഷം കഴിഞ്ഞിട്ടും നടന്നില്ല. ആ സമയത്താണ് ഈ ഫ്രണ്ട് എൻ്റെ കടയിൽ വരികയും എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ആ വീടും വസ്തുവും എഴുതി തന്നു. അത് ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പരിശുദ്ധ ഉപ്പ് വിതറി. അങ്ങനെ അപ്പം ആ വീടും വസ്തുവും എഴുതി തരണമെന്നുണ്ട്. ആദ്യം അവർ പറഞ്ഞു, സഹോദരങ്ങൾ പറഞ്ഞ് മൊത്തത്തിൽ നമുക്ക് വിറ്റിട്ട് നിനക്ക് ഓഹരി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വീടും വസ്തുവും തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വസ്തു വിൽക്കാനായിട്ടുള്ള ആളിനെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ഒരു കൊച്ച് വസ്തു മേടിക്കാനായിട്ട് വന്നു. അങ്ങനെ അത് എനിക്ക് 5 സെൻറ്റും വസ്തു എഴുതിയിട്ട് ബാക്കി ആ കൊച്ചത് വാങ്ങിച്ചു. 2022 സെപ്റ്റംബർ 19 എഴുത്തും നടന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പം ആ കൊച്ച് ലോൺ എടുക്കാനോ എന്തോമായിട്ട് ചെന്നപ്പം അതിൻ്റെ മുൻപ്രമാണം ഒറിജിനൽ അല്ല എന്നും പറഞ്ഞ് അതിന് ആ വസ്തു വേണ്ട, അത് തിരിച്ചെഴുതണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേ തന്നെ പിന്നെ അത് എൻ്റെ ബ്രദറ് തിരിച്ചു വാങ്ങി. അത് അവിടെ അമ്മയാണ് അവിടെ ആ കൊച്ചായിട്ട് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല. പിന്നെ ഞങ്ങൾ അന്നേരം ആ വീട് പഴയ വീടായിരുന്നു, ഞങ്ങളുടെ കുടുംബ വീട് പഴയതാണ്. അപ്പം ഞങ്ങൾക്കൊരു വീട് വേണം ആഗ്രഹിച്ചു. അങ്ങനെ പൈസയൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ ആ വീടും വസ്തുവും പണയം വെച്ച് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് 1 വർഷത്തിന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് 1 വർഷത്തിനകം തന്നെ ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റി. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, കൃപാസനം ഗ്രൂപ്പ് എന്നും പറഞ്ഞ്. ഇവിടെ വന്ന് 1000 മണി കൊന്ത മേടിച്ച് കൊണ്ടുപോയി ഞങ്ങളെല്ലാ മാസവും ഇത് ചൊല്ലാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. ആദ്യം ഞങ്ങൾ 10 പേര് ആയിരുന്നു ആ ഗ്രൂപ്പിലുള്ളത്. അതിപ്പം 150ഓളം പേര് ആ ഗ്രൂപ്പിലുണ്ട്. ഒരു വീട് ഞങ്ങൾക്ക് അതിനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളൊരു കൊച്ച് തന്നിട്ടുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ ജപമാല ചെല്ലാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് എല്ലാ മാസവും ഞങ്ങളാൽ കഴിയുന്ന എല്ലാവരും പൈസ എടുത്ത് ആ വീടുകളിൽ കൊണ്ടു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ജില്ലാ ആശുപത്രിയിൽ ആഹാരം കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ പത്രം എല്ലായിടവും കൊടുക്കും. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, വിഷമമായിരുന്നു. ഇപ്പം നല്ലതുപോലെ എല്ലാം പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ എന്നും ഞാൻ ജപമാല ചൊല്ലും. ഇനി മാസത്തിൽ ഞങ്ങൾ 4.5 മണിക്കൂറായി 1000 മണി കൊന്തയെന്ന് പറയുന്നത് 4.5 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ചൊല്ലുന്നത്, ഒറ്റ ഇരിപ്പിലിരുന്ന്. ആദ്യം 20 പേർക്ക് ഒരുമിച്ചേ ചൊല്ലാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരല്ലാത്ത ജപമാലയൊക്കെ വെച്ച് ഞങ്ങൾ 10-30 പേരോളം കാണും. അങ്ങനെ എല്ലാ മാസവും മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. അത് ഇവിടുന്ന് 1000 മണി കൊന്ത തന്നത് ഞങ്ങൾക്ക്. അങ്ങനെ ഇതിനെല്ലാം അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെയും അടുത്തുള്ളവരെയൊക്കെ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ നടന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനും രോഗസൗഖ്യം ഉണ്ടായി. ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എന്നും സ്ഥിരം ബൈബിൾ വായിക്കും. അച്ഛൻ്റെ ടോക്ക് കേൾക്കാറുണ്ട്. പിന്നെ ചൊവ്വാഴ്ചത്തെ അതെനിക്ക് ഒരു കടയുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് കേൾക്കാൻ പറ്റില്ലെങ്കിലും ചില സമയത്തൊക്കെ ഞാൻ അന്നേരം തന്നെ കേൾക്കും. അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം കേൾക്കും. ദിവസേനയുള്ള എന്നത്തെ രാവിലത്തെ പ്രാർത്ഥന കേൾക്കും.
രാവിലെ 5:30 മണിക്ക് തന്നെ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. 2-3 വട്ടം സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. വീട്ടിനകത്തും എൻ്റെ കടയിൽ വെച്ചും എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അമ്മയെ. ഇനിയും അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.